വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇസ്രായേൽ ധനമന്ത്രി ഇന്ന് ഇന്ത്യയിലേക്ക് എത്തും. ഇതോടുകൂടി തന്നെ ഇപ്പോൾ യുഎസിന് ഇതൊരു ഇരുട്ടടിയായി മാറുകയാണ്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ ഖട്ടാർ എന്നിവരുമായി തന്നെ ബെസലേൽ സ്മോട്രിച്ച് കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനും ഒപ്പം തന്നെ നിക്ഷേപ ഉടമ്പടിക്കും ഈ സന്ദർശനം വഴിയൊരുക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലുമായി നല്ല ബന്ധമാണ് ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്നത്, അതായത് ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് കൂടുതൽ, അതായത് മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ശക്തരാണ് എന്നതുകൂടിയാണ് ഇത് വെളിവാക്കുന്നത്. ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ അധിക 50% ടാരിഫ് ചുമത്തിയതിന് പിന്നാലെ അവിടെ തന്നെ ഇന്ത്യ US വ്യാപാര ബന്ധം വഷളാകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യയെ എവിടെയും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മറ്റു രാജ്യങ്ങളുമായി നല്ല വ്യാപാര ബന്ധം തങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ അതായത് ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന്റെ മറ്റൊരു ഉദാഹരണം, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇതിലൂടെ വെളിവാകുന്നതും. അതേപോലെ തന്നെ ഇസ്രായേൽ ധനമന്ത്രി ആകട്ടെ ഇന്ത്യയിലേക്ക് വരികയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിക്ഷേപ ഉടമ്പടിക്ക് ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നും വ്യക്തമാകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ആഴമേറിയ ബന്ധം കൂടി ഇതിൽ വ്യക്തമാകുന്നു. ഇന്ന് ഇന്ത്യയിലെത്തുന്ന സ്മോട്രിച്ച് ആകട്ടെ ബുധനാഴ്ചയാണ്, അതായത് വരുന്ന തൊട്ടടുത്ത ദിവസം തന്നെ മടങ്ങിപ്പോകും. ഇന്ത്യ ഇസ്രായേൽ സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും സ്വതന്ത്ര വ്യാപാര കരാറിന് മുന്നോടിയായുള്ള ചർച്ചകൾക്കും ഇസ്രായേൽ ധനമന്ത്രിയുടെ സന്ദർശനം സഹായകരമാകും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ ഖട്ടാർ എന്നിവരുമായി തന്നെ സ്മോട്രിച്ച് കൂടിക്കാഴ്ച നടത്തും. ഡൽഹിക്ക് പുറമെ തന്നെ മുംബൈയും അതുപോലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സ്ട്രീറ്റിലും അദ്ദേഹം സന്ദർശനം നടത്തും. ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുന്ന 4ാമത്തെ ഇസ്രായേൽ മന്ത്രിയാണ് സ്മോട്രിച്ച്. ഇതിനു മുൻപേ ടൂറിസം, വ്യവസായ, കൃഷി മന്ത്രിമാർ നേരത്തെ തന്നെ സന്ദർശനം നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകരെ സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും. ഇത് ന്യായമായ പരിഗണന, വിവേചനമില്ലാത്ത സമീപനം, തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സ്വതന്ത്രമായ സംവിധാനം എന്നിവ ഉറപ്പാക്കുന്നതാണ്. 2000 മുതൽ ഇസ്രായേൽ, UAE, ജപ്പാൻ, അതുപോലെ തന്നെ തായ്ലാന്റ്, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ 15ലധികം രാജ്യങ്ങളുമായി തന്നെ ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും മികച്ച നിക്ഷേപ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയാണ് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇത് ഉഭയകക്ഷി നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സഹായകരമാകും. ഇസ്രായേൽ ടൂറിസം മന്ത്രി ഹൈം കാസ്റ്റ്, അതുപോലെ സാമ്പത്തിക മന്ത്രിയായ നിർ ബർക്കാത്ത്, ഭക്ഷ്യസുരക്ഷാ മന്ത്രിയായ ആവി ഡിക്ടക് എന്നിവർ തമ്മിൽ ഈ വിഷയം, അതായത് ഈ വർഷം തന്നെ ഇന്ത്യ സന്ദർശിച്ചവരാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്മോട്രിച്ചും തന്റെ സന്ദർശനത്തിനായി എത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക വ്യാപാരം ഏകദേശം $4 ബില്യൺ ആണ്. അത് 2000 മുതൽ 2025 വരെ ഇന്ത്യയുടെ നിക്ഷേപം $443 മില്യൺ ആണ്. ഇസ്രായേൽ ഇന്ത്യയിൽ $334.2 മില്യൺ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട്. ഉഭയകക്ഷി വ്യാപാരത്തിന് പുറമെ തന്നെ ലോക ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പോലുള്ള മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ വഴി ധനസഹായം നൽകുന്നതിനും മറ്റു രാജ്യങ്ങളിൽ സംയുക്ത സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനും ഒക്കെ തന്നെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ അവർക്ക് വളരെയധികം ഇതിനോട് സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.